ശാഖ തുടങ്ങാനല്ല, അത് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി അവർ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ സ്വമേധയാ സ്ഥലം ഏറ്റെടുത്തുകൊള്ളാൻ പറഞ്ഞതാണ്. അത് എൻ്റെ അമ്മ വിട്ടുകൊടുത്താണ്, എൻ്റെ സ്ഥലമല്ല. അപ്പോൾ അത് എൻ്റെ അമ്മ വിട്ടുകൊടുത്താണ്. എൻ്റെ അമ്മയുടെ തന്നെ പേരിലുണ്ടായിരുന്നൊരു ബിൽഡിങ്ങിലാണ് BJP ഓഫീസ് ഉണ്ടായിരുന്നത്. അത് അവരവിടുന്ന് നീക്കി കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തൊരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് 1 വർഷം കൂടി ഞാൻ കാത്തിരിക്കും. ആ സ്ഥലം എൻ്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് അതെനിക്ക് മാറ്റാൻ സാധിക്കില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. 1 വർഷം ഞാൻ കാത്തിരിക്കും. ആ 1 വർഷത്തിനുള്ള അവർ എപ്പോൾ വേണമെങ്കിലും എൻ്റെ അമ്മയുടെ, കാരണം ഞാനാണല്ലോ ഇനി അത് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് രേഖകൾ, കാരണം അന്ന് അമ്മ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ആ രേഖകൾ അവർ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അമ്മ കൊടുത്ത വാക്കെന്ന് ഞാൻ പിന്മാറില്ല. അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഞാൻ 1 വർഷം സമയം കൊടുക്കും. ആ 1 വർഷം സമയത്തിനുള്ളിൽ, കുറേ വർഷമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, 1 വർഷം സമയത്തിനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും അതിൽ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ 1 വർഷത്തിനുള്ളിൽ അവരത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ആ സ്ഥലം വിട്ടുകൊടുക്കും. അത് ഏത് തരത്തിൽ വേണമെന്നുള്ളത് എൻ്റെ പാർട്ടിയോട് കൂടി ആലോചിച്ച് ഞാൻ ചെയ്യും. പക്ഷേ എൻ്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് 1 വർഷത്തെ ഒരു മൊറട്ടോറിയം, 1 വർഷത്തെ ഒരു സമയം ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. കാരണം ഞാൻ കൊടുത്ത വാക്കല്ല, എൻ്റെ സ്ഥലമല്ല. എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ തറവാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഭാഗമായി കിട്ടിയ സ്ഥലമാണ്. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്താണ്. അപ്പോൾ അത് അമ്മ കംപ്ലീറ്റ് ബെഡ് റിഡൻ ആയിരുന്നു. അമ്മയ്ക്ക് രജിസ്റ്റർ ഓഫീസിൽ പോകാനൊക്കെ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു വാക്ക് മാറ്റാൻ എന്തായാലും മരിച്ചുപോയ അമ്മയുടെ വാക്ക് മാറ്റാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ 1 വർഷത്തെ ഒരു സമയം കൊടുക്കുകയാണ്. അതിനകത്ത് അവരത് ചെയ്യുകയാണെങ്കിൽ ഞാനത് എവിടെ വേണമെങ്കിലും പോയിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ്. അത് മാത്രമേ അക്കാര്യത്തിൽ പറയാം. ഈ പാലക്കാട് എങ്ങനെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ മുതൽക്ക് അല്ല, ഞാൻ പറയട്ടെ സുഹൃത്തെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറുപ്പം മുതൽക്ക് പൊതുരംഗത്ത് പൊതുജനങ്ങളെ സേവിക്കാൻ, സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ടൂൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് ലഭ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഞാൻ ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ്. മതനിരപേക്ഷ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാനും അവരോടൊപ്പം നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനുമൊക്കെ കോൺഗ്രസ് പാർട്ടി UDF എനിക്ക് വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. ഞാൻ സന്തോഷപൂർവ്വം ആ കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഈ ഇറക്കിയ പരസ്യത്തിൽ താങ്കളെയാണ് അവർ LDF ലക്ഷ്യമിടുന്നത്. ഇത് താങ്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട് താങ്കൾ അങ്ങോട്ടേക്ക് പോകാത്തത് കൊണ്ടായിരിക്കുമോ ഇത്തരം ഒരു നീക്കം? നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്തരം വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJPക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ വർക്കാണ്. ഈ 2 കൂട്ടരും ഒന്നാണ്. പാലക്കാട് വാസ്തവത്തിൽ മത്സരം നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ആരൊക്കെ തമ്മിലാണ് മത്സരം. പാലക്കാട്ടെ മത്സരം ആരൊക്കെ തമ്മിലാണ്? പാലക്കാട്ടെ മത്സരം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും മറുവശത്തുള്ളത് CPM BJP സഖ്യമാണ്. ആ CPM BJP സഖ്യമാണ് ഇന്നത്തെ ഇതിന് പിറകിലുള്ളത്. ഇന്നത്തെ പരസ്യം കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണെങ്കിൽ പോലും ആ പരസ്യത്തിൻ്റെ പണം പോയിട്ടുള്ളത്